ശക്തമായിട്ടുള്ളൊരു വയറുവേദനയായിട്ടായിരുന്നു ഒരു 35 വയസ്സുള്ള ഒരു സ്ത്രീ എൻ്റെ അടുത്ത് എത്തിയത്. അങ്ങനെ അവർക്ക് വർഷങ്ങളായിട്ട് അവർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നു. അതുപോലെ രക്തം വളരെയധികം കുറയുന്നു. അവസാനം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അവർക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അഥവാ എച്ച് പൈലോറി എന്നുള്ളൊരു ബാക്ടീരിയ അവരുടെ വയറിലുണ്ട്. ഈ എച്ച് പൈലോറി അണുക്കളുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയത്. അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അവർ കൃത്യമായിട്ട് അവരുടെ ഒരു ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വയറിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാനായത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എച്ച് പൈലോറി ഇൻഫെക്ഷനും വയറിലുണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസ് പുണ്ണൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്പം ചില കാര്യങ്ങളാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻ്റാണ്. എച്ച് പൈലോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയയാണ്. നമ്മുടെ വയറിലുണ്ടാകുന്ന ഒരു തരം ചീത്ത ബാക്ടീരിയ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം. നമ്മുടെ വയറിൽ ഒട്ടനവധി ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഭക്ഷണത്തെ പെട്ടെന്ന് ദഹിപ്പിക്കാനൊക്കെ നല്ല ബാക്ടീരിയകൾ, നല്ല ബാക്ടീരിയൽ ഫ്ലോറ അല്ലെങ്കിൽ ഗട്ട് മൈക്രോബ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വയറിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയകളുള്ള ഒരു ചീത്ത ബാക്ടീരിയകളെയാണ് നമ്മൾ എച്ച് പൈലോറി എന്നുള്ളത് സാധാരണ വിളിക്കാറുള്ളത്. ഈ എച്ച് പൈലോറി സാധാരണ 50% ഓഫ് ദ പോപ്പുലേഷൻ, നമ്മുടെ ജനസംഖ്യയിൽ 50% ആളുകളിലും ഈ ബാക്ടീരിയ ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൽ നല്ലൊരു ശതമാനത്തിനും രോഗലക്ഷണങ്ങളോ രോഗങ്ങൾ ഉണ്ടാക്കാനോ ഉള്ള കഴിവ് ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുക അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് ഇത്തരം ബാക്ടീരിയ നമുക്ക് വരാനും അതുവഴി അതിൻ്റെ കോംപ്ലിക്കേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാക്കാനും സാധ്യമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുള്ള ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്പം ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല ആളുകളിലും തുടക്കത്തിൽ ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. പിന്നീട് ഫസ്റ്റത്തെ ഒരു ഘട്ടം എന്നുള്ള രീതിയിൽ ഡൈജസ്റ്റീവ് സിംറ്റംസ് ആയിട്ടുള്ള നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പല ആളുകളിലും കാണാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഒരു ബ്ലോട്ടിങ്, നമ്മുടെ വയറിനൊരു കനം പോലെ അല്ലെങ്കിൽ ഒരു എരിച്ചിൽ പോലെ അല്ലെങ്കിൽ തികട്ടി വരുന്ന പോലെ അല്ലെങ്കിൽ ഗ്യാസ് വരുന്ന പോലെ അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തോ വന്ന് മുട്ടി നിൽക്കുന്ന പോലെയുള്ള ഫീലിംഗ് അല്ലെങ്കിൽ വയറിൽ എന്ത് കഴിച്ചാലും ദഹിക്കാൻ പ്രയാസം അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് വയറ് നിറഞ്ഞ ഫീലിങ്സ്, ഇതെല്ലാം സാധാരണ ഒരു ഗ്യാസിന് ഉണ്ടാകുന്ന പോലെയുള്ള ലക്ഷണങ്ങളെല്ലാം ഈ ഒരു എച്ച് പൈലോറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാലും സാധാരണ നമുക്ക് കാണാൻ സാധ്യമാവുന്നതാണ്. അപ്പോൾ അത്തരം ലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് അത്തരം എച്ച് പൈലോറിയുടെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇതിൽ പറയാനുള്ളത്. പിന്നീട് ഇതിൽ ഒരു സെക്കൻഡറി സിംറ്റംസ്, ഒരു അൾസർ വരുന്നൊരു സിംറ്റംസിലൊക്കെയാണ് അധികം നമുക്ക് ശക്തമായിട്ടുള്ള വയറുവേദന, ശരീരം ഭയങ്കരമായിട്ടുള്ള ക്ഷീണിക്കൽ അല്ലെങ്കിൽ രക്തത്തിൻ്റെ അളവിലുണ്ടാകുന്ന കുറവ്, അതുപോലെ തന്നെ വൊമിറ്റിങ് അല്ലെങ്കിൽ വയറ്റിന്ന് പോകുമ്പോൾ ബ്ലാക്ക് കളറിൽ മലം പോവുക അല്ലെങ്കിൽ ഛർദിൽ, ഇതൊക്കെ സ്ഥിരം വിട്ടുമാറാത്ത ഛർദിൽ, ഇതൊക്കെ ഇതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ അതിൻ്റെ ഒരു ചികിത്സ തേടുകയും കൃത്യമായിട്ടുള്ളൊരു പരിഹാരം തേടുകയും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. പല ആളുകളും വളരെ വേഴ്സായിട്ട് ഈ സിംറ്റംസ് വളരെ മോശമായതിനു ശേഷമാണ് പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്തെത്തുക അല്ലെങ്കിൽ ഇതാണ് എന്ന് തിരിച്ചറിയുക. പല ആളുകളും കുറേ ഗ്യാസിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കും, അല്ലെങ്കിൽ രാവിലെ കുറച്ച് വെറും വയറ്റിൽ മരുന്ന് കഴിക്കും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഗുളികകൾ എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ വല്ല ഹോം റെമഡീസ് ഒറ്റമൂലികളൊക്കെ കഴിക്കും. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു മരുന്ന് ഇതിന് വേണ്ടിയിട്ട് കഴിക്കാൻ പലപ്പോഴും വൈകിയാണ് എത്താറുള്ളത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഈ ലക്ഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് പിന്നീട് വരുന്നൊരു ചോദ്യം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിത് കണ്ടെത്താൻ ഇത് എൻഡോസ്കോപ്പിക് ഇവാലുവേഷൻ, നമുക്ക് വയറിലേക്ക് എൻഡോസ്കോപ്പി ചെയ്തിട്ട് അതൊരു ഇൻവാസീവ് ടെക്നിക്ക്, നമുക്ക് മറ്റുള്ള കുറച്ച് പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകളും അത് ചെയ്യാൻ മടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻഡോസ്കോപ്പിക് ടെസ്റ്റാണ്. പിന്നീട് നമുക്കൊരു മൗത്ത് ബ്രത്ത് ടെസ്റ്റ് ഉണ്ട്, റാപ്പിഡ് യൂറിയേസ് എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ്, മൗത്ത് ബ്രീത്തിങ് ടെസ്റ്റ്. നമുക്ക് ഒരു ലിക്വിഡ് നമ്മൾ കുടിക്കുകയും ആ കുടിച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അത് നമ്മുടെ ഊതിയിട്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്നും ഈ അമോണിയയുടെയൊക്കെ കാര്യം വേർതിരിച്ചുകൊണ്ട് നൽകുന്ന ഒരു സ്പെഷ്യലി ഒരു ടെസ്റ്റാണ്. പല ലാബുകളിൽ ഇന്ന് കേരളത്തിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ആകുമ്പോൾ നമുക്ക് എൻഡോസ്കോപ്പിയുടെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ അത്ര ആക്യുറസി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചിലപ്പോൾ ചില കഴിച്ച ഭക്ഷണങ്ങൾ, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് ഫാൾസ് പോസിറ്റീവായിട്ടൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യുന്ന പോലത്തെ അത്ര
കൃത്യമായിട്ട് കിട്ടണം എന്ന് നിർബന്ധമില്ല. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൂള്, നമ്മുടെ മലത്തിലുള്ള ആൻറ്റിജൻ ടെസ്റ്റുകൾ പോലെ അതും ഇതിൻ്റെ കണ്ടെത്താൻ, അല്ലെങ്കിൽ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടെത്താനും, അതുപോലെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ റെസ്പോൺസ്, മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് അറിയാനൊക്കെ ഈ സ്റ്റൂളിലെ ടെസ്റ്റുകൾ, മലത്തിലുള്ള ടെസ്റ്റുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ 3 ടെസ്റ്റുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ബ്ലഡ് ടെസ്റ്റും ഇതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്നത് റാപ്പിഡ് യൂറിയസ് ടെസ്റ്റ് പോസിറ്റീവ് എന്നുള്ളതാണ്. സാധാരണ നമ്മളൊരു എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ RUT പോസിറ്റീവ് എന്നുള്ളത് നമ്മുടെ എൻഡോസ്കോപ്പിയിൽ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പ്രകാരമാണ്. പിന്നെ അതിൽ നമുക്കറിയാം അതിലൊരു റെഡ് മാർക്കിംഗ് ഉണ്ടാവും. നല്ല റെഡ് കളറിലേക്ക് ആ ഒരു സ്റ്റെയിൻ വന്നിട്ടുണ്ടെങ്കിൽ എച്ച് പൈലോറി നല്ല പോസിറ്റീവാണ് എന്നുള്ളതും, അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡിലേക്കാണെങ്കിൽ അത് നെഗറ്റീവാണ് എന്നുള്ളതും നമുക്ക് അതിൻ്റെ ഒരു കിറ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ എൻഡോസ്കോപ്പി റിപ്പോർട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എച്ച് പൈലോറി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചില ശ്രദ്ധകൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് അല്ലാത്ത പക്ഷം അതൊരു അൾസർ ആവാനും ചിലപ്പോൾ ക്യാൻസറിന് വരെ എച്ച് പൈലോറി കാരണമാവാറുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലോങ് ടേം ആയിട്ട് ഇത് വയറിൽ നിൽക്കുന്നത് അത് ഒരു അപകടമാണ്. അത് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തിനെ ബാധിക്കാനും അതുവഴി ഒട്ടനവധി പ്രശ്നങ്ങൾ, നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാരണമാവാറുണ്ട്. സാധാരണ ആളുകൾ ഗ്യാസ് വന്ന് മുട്ടി നിൽക്കുന്നു, തൊണ്ടയിൽ എന്ത് വന്ന് മുട്ടി നിൽക്കുന്നു, നമ്മുടെ GERD, ഗ്യാസ്ട്രോഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് പോലെ, അല്ലെങ്കിൽ ഹയാറ്റസ് ഹെർണിയ പോലത്തെ കണ്ടീഷൻസ്, ഇതെല്ലാം ഇതോടനുബന്ധിച്ച് തന്നെ പേഷ്യൻസ് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ബാക്ടീരിയ നെഗറ്റീവ് ആക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 മാസം മുമ്പ് വരെ ആൻറ്റിബയോട്ടിക് ഒന്നും കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഗ്യാസിനുള്ള മരുന്നുകളൊക്കെ എന്തായാലും ഒരു 2 ആഴ്ച മുന്നേ തന്നെ ഗ്യാസിനുള്ള മരുന്നുകൾ നിർത്തുക. അതുപോലെ സ്ഥിരമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്സ് അതിൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത്തരം ടെസ്റ്റിലേക്ക് പോകാൻ എന്നുള്ളതും രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്യാസിൻ്റെ മെഡിസിൻസൊക്കെ എടുത്തിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇത് ഫാൾസ് നെഗറ്റീവായിട്ട് നമുക്ക് കാണാനോ, ചിലപ്പോൾ നമ്മളത് ആ ഒരു ബാക്ടീരിയ വിട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇത്തരം ടെസ്റ്റിലേക്ക് പോകുമ്പോൾ 1 ആഴ്ച 2 ആഴ്ച മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് നിർത്തിയിട്ട് വേണം ഇത്തരം ടെസ്റ്റിലേക്ക് പോകാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടത്. പിന്നീട് നമ്മൾ ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണ രീതികൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ വയറിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് വളരെ pH കുറഞ്ഞ എന്നാൽ ഗാഢത കൂടിയ ഒരു ആസിഡാണ് നമ്മുടെ വയറിലുള്ളത്. അപ്പോൾ ഈ ആസിഡിറ്റി മീഡിയത്തിന് കൂടുതൽ ആസിഡ് വരുമ്പോഴേക്കും ഇത്തരം ബാക്ടീരിയകൾ പെരുകുകയും അത് നമ്മുടെ പെരുകുകയും നമ്മുടെ മ്യൂക്കോസൽ ലൈനിങ്ങിലേക്ക് കൂടുതൽ ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ട് ഉണ്ടാക്കുകയും ആ നീർക്കെട്ട് പിന്നീട് അൾസർ ആവുകയും പുണ്ണാവുകയും അത് മുറിവാവുകയും ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവാം, അതുപോലെ തന്നെ ഡ്യൂഡിനൽ അൾസറൊക്കെ ഉണ്ടാക്കാൻ ഇത് വളരെയധികം കാരണമാവുന്നൊരു ബാക്ടീരിയയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഈ അൾസർ നിന്ന് ബുദ്ധിമുട്ടാവുമ്പോഴാണ് പിന്നീട് അതൊരു ക്യാൻസർ ആവുകയും ആ ഒരു പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത്. നമ്മുടെ വയറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മുടെ വയറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഒന്ന് വയറിളകി കഴിഞ്ഞാൽ, അതായത് വയറിനൊന്നും പോയിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ എത്രമാത്രം മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ പ്രയാസപ്പെടുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നേരം വയറിനൊരു കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ നമ്മൾ അന്നത്തെ ദിവസം കംപ്ലീറ്റ് നമുക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഗട്ട് ബ്രെയിൻ ബാരിയർ അല്ലെങ്കിൽ ഗട്ട് മൈക്രോബ്സൊക്കെ ആയിട്ട് ഇന്ന് ഒട്ടനവധി റിസർച്ചുകളും പഠനങ്ങളും നടക്കുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ വയറിന് കംപ്ലയിൻ്റ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്കറിയാം, നമുക്ക് ഗട്ട് ഡിസ്ബയോസിസ് വരുന്നത് മൂലം നമ്മുടെ താരൻ പോലെയുള്ള കണ്ടീഷൻസൊക്കെ കൂടുന്നു, അല്ലെങ്കിൽ അതുപോലെ സോറിയാറ്റിക് കണ്ടീഷൻസിലൊക്കെ ഇതിന് വളരെയധികം ഗട്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള പല പഠനങ്ങളും വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം വളരെ വയറിനെ കൃത്യമായിട്ട് നിലനിർത്തുക എന്നുള്ളത് നമ്മൾ ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാനും ഇത്തരം അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും അത് ഭാവിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എച്ച് പൈലോറി ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ നമ്മൾ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രൊബയോട്ടിക്സും പ്രീബയോട്ടിക്കും ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക എന്നുള്ളതാണ്. ധാരാളം വെജിറ്റബിൾസ്, സാലഡുകൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, ചീര, മുരിങ്ങ, ക്യാബേജ്, വെണ്ടക്ക, തണ്ണിമത്തന്, അതുപോലെ ഫ്രൂട്ട്സുകൾ, സ്ട്രോബെറി, ബ്ലൂബെറി പോലെയുള്ള ബെറീസ് ആയിട്ടുള്ള പഴങ്ങൾ, അതുപോലെ നെല്ലിക്ക പോലെയുള്ള പഴങ്ങൾ, വൈറ്റമിൻ സി അടങ്ങിയ പഴങ്ങൾ, സിട്രസ് ആയിട്ടുള്ള ലെമണൈഡ്സ് ആയിട്ടുള്ള നമ്മുടെ നാരങ്ങ, ഓറഞ്ചൊക്കെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. പിന്നീട് ഭയങ്കരമായിട്ട് പുളിയും വേദനയും ഉള്ള ആളുകളാണെങ്കിൽ കൂടുതൽ അസിഡിക് ആയിട്ടുള്ള ഇത്തരം സിട്രസ് ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുന്നതും നല്ലതാണ്. പിന്നീട് ബ്രൊക്കോളി പോലെയുള്ള, ക്യാബേജ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ധാരാളം ഉൾപ്പെടുത്തി കഴിക്കാം. അതുപോലെ സാലഡ്സുകൾ ഉൾപ്പെടുത്തി കഴിക്കാം. ഇത്തരം പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ
എപ്പോഴും നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. നമുക്ക് പച്ചക്ക് കഴിക്കുമ്പോൾ ഇത്തരം ദഹിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടും ചിലപ്പോഴും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇത്തരം ആളുകളിൽ കാണാറുണ്ട്. ഇത് വയറിലെ ഇൻഫ്ലമേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം നമുക്ക് വൈറ്റമിൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ വെജിറ്റബിൾസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫൈബേഴ്സൊക്കെ ധാരാളം കഴിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ഇതിൽ ഒഴിവാക്കേണ്ടത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബേക്കറി ഐറ്റംസ്, അതുപോലെ ഈ പിക്കിൾസ് പോലെയുള്ള ഭക്ഷണങ്ങൾ, ചില നമ്മുടെ അച്ചാറുകൾ, സുർക്കയിലിട്ട വിനെഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ നമ്മൾ അമിതമായിട്ട് ചായ, കോഫിയൊക്കെ അമിതമായിട്ട് കഴിക്കുന്നത്, ഇതൊക്കെ ഇതിൻ്റെ പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടിനെ കൂട്ടാൻ സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ, ദഹന പ്രക്രിയയെ സുഗമമാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം ഇത്തരം എച്ച് പൈലോറി പോലെയുള്ള ബാക്ടീരിയകളെ നെഗറ്റീവ് ആക്കാനും അതിൻ്റെ പ്രയാസങ്ങൾ ഒഴിവാക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ഇതിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹോമിയോപ്പതി ചികിത്സയിൽ, സാധാരണ നമ്മളെ അടുത്ത് എത്തുന്ന പല രോഗികളും പല ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് ഒട്ടനവധി ചികിത്സകൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഗ്യാസിന് മരുന്നുകൾ അയച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രിപ്പിൾ തെറാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒട്ടനവധി രോഗികളുണ്ട്. അവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് എഫക്റ്റീവായിട്ട് ഹോമിയോപ്പതി മെഡിസിൻസ് അവരുടെ ശാരീരിക മാനസിക തലങ്ങളെയൊക്കെ അപഗ്രഥിച്ചുകൊണ്ട് കൃത്യമായിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ അവർക്ക് ക്രോണിക്കായിട്ട് ആ ഒരു എച്ച് പൈലോറി ഇൻഫെക്ഷൻസ് പോവാനും അതുവഴി ഉണ്ടാകുന്ന അവരുടെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള വയറുമുട്ടൽ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വയറുണ്ടാകുന്ന ഇഷ്യൂസൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് പലപ്പോഴും ഹോമിയോപ്പതിക് മെഡിസിനെ കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. ഒട്ടനവധി മെഡിസിൻസ് ലൈക്കോപോഡിയം, അനാക്കാർഡിയം, തൂജ, നാട്രമ്യൂർ പോലത്തെ, നാട്രം കാർബ് പോലത്തെ പല മെഡിസിൻസും നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ ശ്രദ്ധിക്കുക, ഒന്ന് വയറ് നിറച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, എപ്പോഴും ഒരു 3/4 മൂന്നിൽ ഒന്നായിട്ട് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് അമിതമായിട്ട് ആഹരിക്കുക, വയറ് ഫുള്ളായി കഴിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ കഴിച്ച ഉടനെ തന്നെ പോയി കിടക്കുന്നത് ഒഴിവാക്കുക. പിക്കിൾസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതുപോലെ ആൽക്കഹോളിക് ബ്രിവറേജസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അവർ സ്കിപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അമിതമായിട്ട് ഐസ്ക്രീംസ്, മധുരം അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അതും അവർ കൃത്യമായിട്ട് ഒഴിവാക്കുക. പിന്നീട് ധാരാളം വെള്ളം കുടിക്കുക, ഒരു കൃത്യമായിട്ടൊരു വ്യായാമവും കൃത്യമായിട്ടുള്ളൊരു എക്സസൈസും അവർ ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിലേറ്റവും പ്രധാനമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എച്ച് പൈലോറി എന്നുള്ള ഒരു ബാക്ടീരിയ നമുക്ക് നെഗറ്റീവ് ആക്കാനും അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് നമ്മുടെ ബോഡിയെ പോവാതിരിക്കാനും നമുക്ക് സഹായിക്കും എന്നുള്ളതാണ് ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടി ഉള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ലൈറ്റ് നൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനെ ഡയറക്റ്റായിട്ട് തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ഭക്ഷണ രീതിയും സമയവും ചിട്ടയും കൃത്യമാക്കുക എന്നുള്ളതും ഇത്തരം അസുഖങ്ങളെ നമുക്ക് ഒഴിവാക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെ ആരോഗ്യത്തിന് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ് എന്നുള്ളത് ഏവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത്തരം എച്ച് പൈലോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ, ഗ്യാസ്ട്രൈറ്റിസ്, വിട്ടുമാറാത്ത ഗ്യാസ്, വയറ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരം വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. ഈ വിഷയങ്ങൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നന്ദി, നമസ്കാരം.